നമസ്കാരം. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറ്റലിയിലും സ്പെയിനിലുമായുള്ള US സൈനിക സാന്നിധ്യം വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധവിഷയത്തിൽ തങ്ങളെ പിന്തുണയ്ക്കാത്ത ഇറ്റലിക്കും സ്പെയിനുമെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലും വിന്യസിച്ചിരിക്കുന്ന US സൈനികരുടെ എണ്ണം വെട്ടിക്കുറച്ചേക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ വിഷയത്തിൽ ഈ രാജ്യങ്ങളുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക പിന്മാറ്റം ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരുപക്ഷെ ഞാനത് ചെയ്തേക്കാം, എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇറാൻ വിഷയത്തിൽ ഇറ്റലി ഒരു സഹായവും ചെയ്യുന്നില്ലെന്നും സ്പെയിനിന്റെ നിലപാട് അങ്ങേയറ്റം മോശമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ജർമ്മനിയിൽ നിന്നും സൈന്യത്തെ കുറയ്ക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും അദ്ദേഹം രംഗത്തെത്തിയത്. ഇതിനിടെ അമേരിക്ക പിന്തുണയ്ക്കാത്ത നാറ്റോ സഖ്യരാജ്യങ്ങൾക്കെതിരെ കടുത്ത നടപടികൾക്ക് പെന്റഗൺ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സഖ്യരാജ്യമായ സ്പെയിനിനെ നാറ്റോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, ബ്രിട്ടന്റെ അധീനതയിലുള്ള ഫോക്ലാൻഡ് ദ്വീപിന്മേലുള്ള അവകാശവാദത്തിൽ US നിലപാട് പുനഃപരിശോധിക്കുക തുടങ്ങിയ വിവാദപരമായ നിർദ്ദേശങ്ങളടങ്ങിയ ഇമെയിൽ വലിയ ചർച്ചയായിരുന്നു. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയെ സ്പെയിൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തുടർന്ന് ഇറാനെതിരായ സൈനിക നീക്കത്തിന് തങ്ങളുടെ വ്യോമപാതയോ സൈനിക താവളങ്ങളോ ഉപയോഗിക്കാൻ സ്പെയിൻ അനുമതി നൽകിയിരുന്നില്ല. ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ അമേരിക്ക സ്പെയിനിന് നേരെ വാണിജ്യ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കാത്ത സഖ്യകക്ഷികൾക്കെതിരെ ട്രംപ് സ്വീകരിക്കുന്ന ഈ നിലപാട് നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ വലിയ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഏവർക്കും ഭക്ഷണം എന്ന ലക്ഷ്യം നേടാനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. മെയ് മാസത്തേക്കുള്ള പാപ്പായുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് ഏപ്രിൽ 30 പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പാപ്പായുടെ അഭ്യർത്ഥന ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏവർക്കും ഭക്ഷണം എന്ന ലക്ഷ്യം നേടാനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. മെയ് മാസത്തേക്കുള്ള പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് ഏപ്രിൽ 30 വ്യാഴാഴ്ച പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ആഗോള സഭാതലവന്റെ അഭ്യർത്ഥന ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭൂമിയിലെ വിഭവങ്ങൾ പങ്കുവയ്ക്കൽ മനോഭാവത്തോടെ വിതരണം ചെയ്യാനും കൂടുതൽ ഉത്തരവാദിത്വത്തോടും കൃതജ്ഞതയോടും കൂടി ജീവിക്കുവാനും ഏവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനും പാപ്പ സന്ദേശത്തിൽ ആഹ്വാനം നൽകി. തന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഗമായാണ് ദൈവം നമുക്ക് മണ്ണും അതുവഴി അനുദിന ജീവിതത്തിന് വേണ്ട അപ്പവും നൽകിയതെന്ന് വീഡിയോ സന്ദേശത്തിൽ പാപ്പ അനുസ്മരിച്ചു. നമ്മുടെ ഭക്ഷണമേശകൾ ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ നിന്ന് ഒരുപാട് ഭക്ഷണം വലിച്ചെറിയപ്പെടുമ്പോൾ ദശലക്ഷക്കണക്കിന് സഹോദരീ സഹോദരന്മാർ പട്ടിണി മൂലം ദുരിതമനുഭവിക്കുന്ന അവസ്ഥ പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ടെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. നമുക്ക് ലഭിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും എളിമയോടെ ഭക്ഷണം കഴിക്കാനും സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാനും ഭൂമിയിലെ ഫലങ്ങൾ ദൈവദാനങ്ങളാണെന്നറിഞ്ഞ് സംരക്ഷിക്കാനും അവ കുറച്ചുപേർക്കായുള്ളതല്ല ഏവർക്കും വേണ്ടിയുള്ളതാണെന്നറിഞ്ഞ് ജീവിക്കുവാനും വേണ്ട കഴിവിനായി ഞങ്ങളിൽ പുതിയൊരു മനസാക്ഷി ഉണർത്തണമേ എന്ന് പരിശുദ്ധ പിതാവ് പ്രാർത്ഥിച്ചു. സ്വാർത്ഥപരമായ ഉപയോഗയുക്തിയെ ഐക്യദാർഢ്യത്തിന്റെ സംസ്കാരത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ട കഴിവിനായി ദൈവത്തോട് അപേക്ഷിക്കുന്ന പാപ്പ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ വഴിയും ഭക്ഷണ വിതരണം ലളിതവും ഉത്തരവാദിത്വമുള്ളതുമായ ജീവിതശൈലി തുടങ്ങി മൂർത്തമമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിവ് നൽകണമേ എന്നും പ്രാർത്ഥിച്ചു. ലോകത്തിന്റെ ജീവനായി മുറിക്കപ്പെട്ട അപ്പമായ യേശുവിനെ ഞങ്ങൾക്കായി നൽകിയ പിതാവെ, നീതിക്കും സാഹോദര്യത്തിനും വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്ന ഒരു പുതുഹൃദയം ഞങ്ങൾക്ക് നൽകണമെന്ന് പാപ്പ വീഡിയോയിൽ പ്രാർത്ഥിക്കുന്നു. ലിയോ 13 മാർപ്പാപ്പയുടെ പേരിനി ബഹിരാകാശത്തും തിളങ്ങും. പുതുതായി കണ്ടെത്തിയ ഒരു ക്ഷുദ്രഗ്രഹത്തിന് പാപ്പായുടെ ജന്മനാമമായ ജിയോവാച്ചാനോ പേച്ചി എന്നാണ് വത്തിക്കാൻ ബഹിരാകാശ നിരീക്ഷണ സംഘം പേര് നൽകിയിരിക്കുന്നത്. വത്തിക്കാൻ ഒബ്സർവേറ്ററിയുടെ പുനഃസ്ഥാപകനും കത്തോലിക്ക സഭയ്ക്ക് ശാസ്ത്രത്തോടുള്ള ക്രിയാത്മകമായ സമീപനം ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്ത ലിയോ 13 പാപ്പയുടെ പേര് ഇനി ബഹിരാകാശത്തും തിളങ്ങും. പുതുതായി കണ്ടെത്തിയ ആസ്ട്രോണറ്റിന് പാപ്പയുടെ ജന്മനാമമായ ജിയോവാച്ചിനോ പെക്കി എന്നാണ് വത്തിക്കാൻ ബഹിരാകാശ നിരീക്ഷണ സംഘം പേര് നൽകിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ വർക്കിംഗ് ഗ്രൂപ്പ് ഈ പേരിന് ഔദ്യോഗികമായി അംഗീകാരം നൽകി. 1891 ലിയോ 13 പാപ്പ വത്തിക്കാൻ ഒബ്സർവേറ്ററി പുനഃസ്ഥാപിച്ചത് ശാസ്ത്രവും സഭയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായി ായിരുന്നു. സഭ ശാസ്ത്രത്തിന് വിരുദ്ധമാണെന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകാനും യഥാർത്ഥ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പാപ്പ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അമേരിക്കയിലെ അരിസോണയിൽ വത്തിക്കാൻ പ്രവർത്തിപ്പിക്കുന്ന അത്യാധുനിക ദൂരദർശിനി വഴിയാണ് ഈ ആസ്ട്രോണറ്റിനെ കണ്ടെത്തിയതെന്നത് ശ്രദ്ധേയമാണ്. ബഹിരാകാശ വസ്തുക്കൾക്ക് പേര് ലഭിക്കുന്ന 3ാമത്തെ പാപ്പയാണ് ലിയോ 13. ആധുനിക കലണ്ടർ പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ ഗ്രിഗറി 13, മുൻ പാപ്പയായിരുന്ന ബെനഡിക്ട് 16 എന്നിവരാണ് ഇതിനു മുൻപ് ഈ അപൂർവ ബഹുമതിക്ക് അർഹരായവർ. വത്തിക്കാൻ ഒബ്സർവേറ്ററിയുടെ ചരിത്രപരമായ പ്രാധാന്യവും ശാസ്ത്രലോകത്തിന് സഭ നൽകുന്ന സംഭാവനകളും അടിവരയിടുന്നതാണ് ഈ പുതിയ നാമകരണം.
സഭാ പ്രവർത്തനങ്ങളിലും പ്രസംഗകലയിലും വിസ്മയമായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജഷീന്റെ നാമകരണ നടപടികളിലെ സുപ്രധാന ഘടകമായ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളുടെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടു. അമേരിക്കയിലെ പിയോറിയ രൂപതയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചത്. സഭാപ്രവർത്തനങ്ങളിലും പ്രസംഗകലയിലും വിസ്മയമായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജേഷീനിന്റെ നാമകരണ നടപടിയിലെ സുപ്രധാന ഘട്ടമായ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളുടെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടു. അമേരിക്കയിലെ പിയോറിയ രൂപതയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചത്. സെപ്റ്റംബർ 20 ആർച്ച് ബിഷപ്പ് ഷീനിന്റെ വൈദിക അഭിഷേക വാർഷികത്തോടനുബന്ധിച്ച് പിയോറിയയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കുന്ന കുർബാനയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് സെപ്റ്റംബർ 24 സെന്റ് ലൂയിസിലെ ദ ഡോം അറ്റ് അമേരിക്ക സെന്ററിൽ വെച്ചാണ് നാമകരണ ശുശ്രൂഷകൾ നടക്കുക. 1 ലക്ഷത്തോളം വിശ്വാസികൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുമെന്നതിനാലാണ് പിആർഐക്ക് പകരം സെന്റ് ലൂയിസ് പ്രധാന വേദിയായി തിരഞ്ഞെടുത്തതെന്ന് സഭ അധികൃതർ വ്യക്തമാക്കി. സെപ്റ്റംബർ 15 ആരംഭിക്കുന്ന 9 ദിവസത്തെ നൊവേനയോടെ വിശ്വാസികൾ ഈ പുണ്യനിമിഷത്തിനായി ഒരുങ്ങും. നാമകരണ ചടങ്ങിന് ശേഷം നന്ദിപ്രകാശന കുർബാനകളും വിവിധ പ്രഭാഷണങ്ങളും പിയോറിയയിൽ വെച്ച് നടക്കും. സെപ്റ്റംബർ 26 പിയോറിയ കത്തീഡ്രലിൽ നടക്കുന്ന ബൈസന്റൈൻ രീതിയിലുള്ള നന്ദിപ്രകാശന കുർബാനയോടെ ആഘോഷങ്ങൾ സമാപിക്കും. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് ആവേശം പകരുന്ന ഈ നിമിഷം സഭയുടെ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാണെന്ന് പിയോറിയ ബിഷപ്പ് ലൂയിസ് ടിൽക്ക പറഞ്ഞു. അക്രമം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ലെന്ന് US ബിഷപ്പുമാർ. ഏപ്രിൽ 25 US പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത വാഷിംഗ്ടൺ DC-യിലെ അത്താഴ വിരുന്നിൽ വെടിവെപ്പുണ്ടായ സാഹചര്യത്തിലാണ് ബിഷപ്പുമാരുടെ ആഹ്വാനം. US പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് അസോസിയേഷൻ ഡിന്നറിനിടെയുണ്ടായ വെടിവെപ്പിനെ അപലപിച്ച് US കത്തോലിക്ക മെത്രാൻ സമിതി. അക്രമം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ലെന്നും US ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് പോൾ കോക്ലി പറഞ്ഞു. US പ്രസിഡന്റിനും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർക്കും പരിപാടിയിൽ പങ്കെടുത്ത ആർക്കും ഗുരുതരമായ അപകടമൊന്നും സംഭവിക്കാത്തതിൽ അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. ഏപ്രിൽ 25 വാഷിംഗ്ടൺ DC-യിലെ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിനിടെയാണ് വെടിവെപ്പുണ്ടായത്. അക്രമത്തിൽ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് പരിക്കേറ്റു. വെടിവെപ്പുണ്ടായതിനെ തുടർന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവരെ ഫെഡറൽ ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ഹോട്ടലിൽ അതിക്രമിച്ചു കയറി വെടിവെപ്പ് നടത്തിയ തോക്കുധാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2025 മുതൽ അമേരിക്കയിൽ രാഷ്ട്രീയ അക്രമങ്ങളിൽ പ്രകടമായ വർധനവുണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യയശാസ്ത്ര തീവ്രവാദവുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളും മാരകമായ അക്രമങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരായ ഭീഷണികളും രാഷ്ട്രീയ സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സായുധ സംഭവങ്ങളും ഉൾപ്പെടുന്നു. രാഷ്ട്രീയ നിരീക്ഷകനും കാത്തലിക് ഇൻഫ്ലുവൻസറുമായ ചാർലി കിർക്ക് 2025 സെപ്റ്റംബറിൽ യൂട്ടായിൽ വെച്ച് കൊല്ലപ്പെട്ടു. മിനസോട്ടയിൽ സംസ്ഥാന ജനപ്രതിനിധി സഭയിലെ ഉന്നത ഡെമോക്രാറ്റിക് നേതാവ് മെലീസ ഹാർട്ട്മാൻ 2025 ജൂണിൽ അവരുടെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു. അതേ ആക്രമണത്തിൽ അവരുടെ ഭർത്താവും കൊല്ലപ്പെട്ടു. മിനസോട്ട ഹൌസ് സ്പീക്കറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഹാർട്ട്മാൻ ഒരു റോമൻ കത്തോലിക്ക മതബോധന പണ്ഡിതനായിരുന്നു. അമേരിക്കയിലെ വിവിധയിടങ്ങളിൽ ഈ ആഴ്ച മുതൽ പ്രദർശനം ആരംഭിച്ച് പോളണ്ടിൽ നിർമ്മിച്ച ശ്രദ്ധേയമായ ചലച്ചിത്രം സെയിന്റ് ജോസഫ് ഗാർഡിയൻ ഓഫ് ദി ഫാമിലി 17 സംസ്ഥാനങ്ങളിലായി 60ഓളം നഗരങ്ങളിലാണ് ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ വലിയ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഈ സംരംഭത്തെ വിജയിപ്പിക്കാൻ അന്താരാഷ്ട്ര കത്തോലിക്ക ചലച്ചിത്രമേള വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. അമേരിക്കയിലെ വിവിധയിടങ്ങളിൽ ഈ ആഴ്ച മുതൽ പ്രദർശനം ആരംഭിച്ച് പോളണ്ടിൽ നിർമ്മിച്ച ശ്രദ്ധേയമായ ചലച്ചിത്രം സെന്റ് ജോസഫ് ഗാർഡിയൻ ഓഫ് ദി ഫാമിലി 17 സംസ്ഥാനങ്ങളിലായി 60ഓളം നഗരങ്ങളിലാണ് ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ വലിയ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഈ സംരംഭത്തെ വിജയിപ്പിക്കുവാൻ അന്താരാഷ്ട്ര കത്തോലിക്ക ചലച്ചിത്രമേള വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. സിനിമയുടെ അമേരിക്കയിലെ വിതരണ ചുമതലയുള്ള ഗാബി ജാക്കോബയുടെ വാക്കുകളിൽ ഇത് വെറുമൊരു ചലച്ചിത്രം പ്രദർശനം മാത്രമല്ല, മറിച്ച് വിശുദ്ധ യൗസേപിതാവിനോടുള്ള ഭക്തിയുടെയും സ്നേഹത്തിന്റെയും പ്രകടനം കൂടിയാണ്. ബോക്സ് ഓഫീസ് വിജയം കൈവരിച്ചാൽ മാത്രമേ സിനിമയ്ക്ക് കൂടുതൽ ഹൃദയങ്ങളിലേക്ക് എത്തുവാനും ദീർഘകാലം തിയേറ്ററുകളിൽ തുടരുവാനും സാധിക്കൂ എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം കുടുംബ ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന കാവൽക്കാരനായി വിശുദ്ധനെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് വിശ്വാസി സമൂഹം നോക്കിക്കാണുന്നത്. യഥാർത്ഥ ജീവിതാനുഭവങ്ങളെ കോർത്തിണക്കിയാണ് സംവിധായകൻ ഡാരിയൂസ് റെക്യുഗി ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ യൗസേപിതാവിനെ കേവലം ഒരു സാങ്കല്പിക രൂപമായല്ല, മറിച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുന്ന, പരാതികളില്ലാതെ കടമകൾ നിർവഹിക്കുന്ന ലളിതനായ ഒരു മനുഷ്യനായാണ് താൻ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും പ്രത്യാശയോടെ മുന്നേറുവാൻ ഈ സിനിമ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നു. അമേരിക്കയിലെ കുടുംബങ്ങൾക്കുള്ള ഒരു വലിയ സമ്മാനമായാണ് ഈ പ്രീമിയറിനെ സംഘാടകർ വിശേഷിപ്പിക്കുന്നത്. പ്രത്യാശ, ക്ഷമ, സ്നേഹം എന്നീ മൂല്യങ്ങൾ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പോളിഷ് നിർമ്മിതമായ ഈ ചിത്രത്തിന്റെ പ്രധാന ദൗത്യം. കുടുംബനാഥനായും മധ്യസ്ഥനായും വിശുദ്ധ യൗസേപിതാവിനെ സ്വീകരിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഗാബി ജാക്കോബ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു വിശ്വാസ പോരാട്ടം എന്ന നിലയിൽ ഈ ചിത്രം കാണുവാൻ എല്ലാവരും തിയേറ്ററുകളിൽ എത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
ആണികളില്ല, താങ്ങുതൂണുകളില്ല, സ്വർഗത്തിന്റെ ആശാരി പണിതുയർത്തിയ അത്ഭുത ഗോവണി. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ മെയ് 1 ആഘോഷിച്ചപ്പോൾ അറിഞ്ഞിരിക്കേണ്ട സംഭവ കഥയിലേക്ക്. ഇത് ലോകത്തിനു മുന്നിൽ അത്ഭുതമായും സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ ചോദ്യചിഹ്നമായും നിലകൊള്ളുന്ന അത്ഭുത ഗോവണി. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളിൽ ഈ ഗോവണിക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യുഎസിലെ ന്യൂ മെക്സിക്കോയിൽ സാന്താഫേയിലെ ലൊറേറ്റോ ചാപ്പലിലാണ് ഈ അത്ഭുത ഗോവണി. 19-ാം നൂറ്റാണ്ടിൽ മെക്സിക്കോയിലെ ലൊറേറ്റോ ചാപ്പലിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ മുകളിലെ ഗായക സംഘത്തിനുള്ള തട്ടിലേക്ക് കയറാൻ ഗോവണികൾ ഇല്ലായിരുന്നു. സ്ഥലം പരിമിതമായതിനാൽ ആശാരിമാർ കൈയൊഴിഞ്ഞപ്പോൾ സന്യാസിനികൾ വിശുദ്ധ യൗസേപ്പിതാവിനോട് 9 ദിവസം പ്രാർത്ഥിച്ചു. 9-ാം ദിവസം ഒരു അപരിചിതനായ വൃദ്ധൻ അവിടെ എത്തി. ലളിതമായ പണി ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ച് താങ്ങുതൂണുകളില്ലാതെ 33 പടികളുള്ള മനോഹരമായ ഒരു സർപ്പിളാകൃതിയിലുള്ള ഗോവണി അദ്ദേഹം നിർമ്മിച്ചു. ജോലി പൂർത്തിയായ ഉടൻ പ്രതിഫലം പോലും വാങ്ങാതെ അദ്ദേഹം അപ്രത്യക്ഷനായി. ആ നാട്ടിൽ കാണപ്പെടാത്ത തടി കൊണ്ട് നിർമ്മിച്ച ഈ ഗോവണി ഇന്നും ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. വിശുദ്ധ യൗസേപ്പിതാവ് നേരിട്ട് വന്ന് നിർമ്മിച്ചതാണ് ഈ അത്ഭുത ഗോവണിയെന്ന് വിശ്വാസികൾ ഉറച്ച് വിശ്വസിക്കുന്നു. താങ്ങുതൂണുകളുടെ അഭാവം, ആണികളില്ലാത്ത നിർമ്മാണം, മരകഷ്ണങ്ങൾ ഉപയോഗിച്ചുള്ള കൂട്ടിയോജിപ്പിക്കൽ, ആ പ്രദേശത്തെങ്ങും കാണാത്ത ഇന്നും അജ്ഞാതമായ തടിയുടെ ഉറവിടം, യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതകാലത്തെ സൂചിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന 33 പടികൾ എന്നിവയാൽ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ പ്രയാസമുള്ള ഈ നിർമ്മാണം വിശുദ്ധ യൗസേപ്പിതാവ് ആ സന്യാസിനികളുടെ പ്രാർത്ഥനയ്ക്ക് നൽകിയ ഉത്തരമായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിന്റെ നഷ്ടപ്പെട്ടുപോയ പേജുകൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീണ്ടെടുത്ത് ഗവേഷകർ. നഷ്ടപ്പെട്ടുപോയ ഡസൻ കണക്കിന് പേജുകൾ വീണ്ടെടുത്തത് ഗ്ലാസ്ഗോ സർവകലാശാലയിലെ പ്രൊഫസർ ഗാരിക് അലന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ഗവേഷക സംഘം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിന്റെ നഷ്ടപ്പെട്ടുപോയ പേജുകൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീണ്ടെടുത്ത് ഗവേഷകർ. ഗ്ലാസ്ഗോ സർവകലാശാലയിലെ പ്രൊഫസർ ഗാരിക് വി അലൻ നയിച്ച അന്താരാഷ്ട്ര ഗവേഷക സംഘമാണ് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ പേജുകളിലെ അക്ഷരങ്ങൾ വീണ്ടെടുത്തത്. കോഡെക്സ് എച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കൈയെഴുത്തു പ്രതി വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒരു പ്രാചീന പകർപ്പാണ്. 13-ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ എത്തോസ് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ലാവറ സന്യാസ ആശ്രമത്തിൽ വെച്ചാണ് ഇതിന്റെ 42 പേജുകളോളം നഷ്ടമായത്. ഈ കൈയെഴുത്തു പ്രതിയിൽ മിറർ എഫക്ട് എന്ന പ്രതിഭാസം തിരിച്ചറിഞ്ഞതോടെ നഷ്ടപ്പെട്ട പേജുകളുടെ ഭാഗം വീണ്ടെടുക്കുവാനുള്ള സാധ്യത ഗവേഷണ സംഘത്തിന് ലഭിച്ചത്. പഴയ എഴുത്തിനു മുകളിൽ പിന്നീട് ചേർത്ത മഷി എതിർ പേജുകളിൽ അടയാളങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ സൂക്ഷ്മമായ അടയാളങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയായ മൾട്ടി സ്പെക്ട്രൽ ഇമേജിംഗ് ഉപയോഗിച്ച് വിശകലനം ചെയ്തതിലൂടെയാണ് ഇന്ന് ഭൗതികമായി ഇല്ലാത്ത പേജുകളിലെ പോലും അക്ഷരങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ സാധിച്ചത്. പുനരുദ്ധരിച്ച ഭാഗങ്ങൾ നേരത്തെ ലഭ്യമായ പൗലോസിന്റെ ലേഖനങ്ങളായിരുന്നുവെങ്കിലും പൗലോസിന്റെ ലേഖനങ്ങളുടെ ഏറ്റവും പഴയതായി കണക്കാക്കപ്പെടുന്ന അധ്യായ പട്ടികകൾ കോഡെക്സ് എച്ചിന്റേതാണെന്ന് കരുതപ്പെടുന്നു. ഇത് ഇന്നത്തെ അധ്യായ വിഭജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ 6-ാം നൂറ്റാണ്ടിലെ എഴുത്തുകാർ എങ്ങനെ തിരുത്തലുകളും കുറിപ്പുകളും ചേർത്തിരുന്നു എന്നതിനെക്കുറിച്ചും ഈ കണ്ടെത്തൽ വെളിച്ചം വീശുന്നു. പാരീസിൽ നടത്തിയ റേഡിയോ കാർബൺ പരിശോധനകളിലൂടെ ഈ കൈയെഴുത്തുപ്രതി 6-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ലാവറ സന്യാസ ആശ്രമത്തോടൊപ്പം ടെമ്പിൾട്ടൺ റിലീജിയൻ ട്രസ്റ്റും ഹ്യൂമാനിറ്റീസ് റിസർച്ച് കൗൺസിൽ ഓഫ് UK ചേർന്നാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കിയത്. പാകിസ്ഥാനിലെ ഒരു ക്രിസ്ത്യൻ കുടുംബം തങ്ങളുടെ മകൾക്ക് നീതി തേടിയുള്ള പോരാട്ടത്തിലാണ്. 19 വയസ്സുകാരി ആദാൻ സാബിർ ജീവിക്കുന്നത് ഒരു പേടി സ്വപ്നത്തിലൂടെയാണ്. പാകിസ്ഥാനിലെ നീതിന്യായ വ്യവസ്ഥയ്ക്കും ന്യൂനപക്ഷ സംരക്ഷണത്തിനും മേൽ ഉയരുന്ന വലിയൊരു ചോദ്യചിഹ്നമായി സാബിർ കുടുംബത്തിന്റെ ദുരവസ്ഥ. പാകിസ്ഥാനിലെ ഫൈസലാബാദിൽ നിന്നുള്ള 19 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയായ അദാൻ സാബിർ ഒരു യുവതിക്കും ഒരിക്കലും നേരിടേണ്ടി വരാത്ത ഒരു പേടി സ്വപ്നത്തിലൂടെയാണ് ജീവിക്കുന്നത്. 2025 ജൂലൈ 3-നാണ് അദാൻ സാബിറിന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. ഉസ്മാൻ അലി എന്നയാൾ അദാനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. ഇത് നിരസിച്ചതിനെ തുടർന്ന് അദാനെ അയാൾ തോക്കിൻ മുനയിൽ നിർത്തി തട്ടിക്കൊണ്ടുപോയി. കുറ്റം മറയ്ക്കാനായി അദാൻ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും തന്നെ നിയമപരമായി വിവാഹം കഴിച്ചുവെന്നും കാണിക്കുന്ന വ്യാജരേഖകൾ ഇയാൾ കോടതിയിൽ ഹാജരാക്കി. ആദ്യഘട്ടത്തിൽ കോടതിയിൽ മൊഴി നൽകാൻ അദാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇത് അദാന്റെ സമ്മതപ്രകാരമായിരുന്നില്ലെന്ന് കുടുംബം വെളിപ്പെടുത്തുന്നു. മൊഴി നൽകിയാൽ മാതാപിതാക്കളെയും സഹോദരനെയും കൊല്ലുമെന്ന് ഉസ്മാൻ ഭീഷണിപ്പെടുത്തിയിരുന്നതിനാൽ നിശബ്ദയാകേണ്ടി വന്ന പെൺകുട്ടിയെ കോടതി അന്ന് ഉസ്മാനോടൊപ്പം പോകാൻ അനുവദിച്ചു. തന്റെ മകൾ അനുഭവിക്കുന്ന ക്രൂരതയ്ക്കെതിരെ സാബിർ കുടുംബം ധീരമായി പോരാടി. 2025 സെപ്റ്റംബറിൽ അവർ ലാഹോർ ഹൈക്കോടതിയെ സമീപിച്ചു. നിർബന്ധിത മതപരിവർത്തനത്തിന്റെയും ഭീഷണിയുടെയും തെളിവുകൾ പരിശോധിച്ച കോടതി ഒടുവിൽ അദാനെ കുടുംബത്തോടൊപ്പം വിടാൻ ഉത്തരവിട്ടു. നവംബറിൽ വിവാഹമോചന നടപടികളും പൂർത്തിയായി. എന്നാൽ ഈ
സന്തോഷം താൽക്കാലികമായിരുന്നു. അദാൻ മറ്റൊരു ക്രിസ്ത്യൻ യുവാവുമായി വിവാഹ നിശ്ചയം നടത്തിയതോടെ ഉസ്മാൻ അലി വീണ്ടും അക്രമം തുടങ്ങി. കഴിഞ്ഞ ഏപ്രിൽ 20 ജാരൻവാലിയിലുള്ള ഇവരുടെ വീടിന് നേരെ അയാൾ വെടിയുതിർത്തു. അവൾ പകൽ മുഴുവൻ നിശബ്ദമായിരിക്കും. രാത്രിയിൽ വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയും. അദാന്റെ അമ്മ അഫ്സാൻ സാബിർ കണ്ണീരോടെ പറയുന്നു, ജീവൻ നിലനിർത്താനായി ഓരോ 3 ദിവസം കൂടുമ്പോഴും കുടുംബം താമസം മാറുകയാണ്. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉസ്മാൻ തങ്ങളെ നിരീക്ഷിക്കുന്നതായും സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതായും കുടുംബം ആരോപിക്കുന്നു. പാകിസ്ഥാനിലെ ക്രൈസ്തവ പെൺകുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് നിർബന്ധിത മതപരിവർത്തനം. സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ റിപ്പോർട്ട് ചെയ്യുന്നു. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പോലീസിൽ നിന്നും കൃത്യമായ സംരക്ഷണം ലഭിക്കാതെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ പല കുടുംബങ്ങളും. പാകിസ്ഥാനിലെ നീതിന്യായ വ്യവസ്ഥയ്ക്കും ന്യൂനപക്ഷ സംരക്ഷണത്തിനും മേൽ ഉയരുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് സാബിർ കുടുംബത്തിന്റെ ഈ ദുരവസ്ഥ. ആഫ്രിക്കയിൽ ക്രൈസ്തവർക്കെതിരെ ജിസിയ നികുതി ചുമത്തി ഇസ്ലാമിക തീവ്രവാദികൾ. ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകാത്ത ക്രൈസ്തവ വിശ്വാസികളെ ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ ജിസിയ വാങ്ങിയ ശേഷം മോചിപ്പിച്ചു എന്ന മെമ്മറി റിപ്പോർട്ട് പുറത്ത്. ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ പ്രവിശ്യാംഗങ്ങളായ തീവ്രവാദികൾ പിടികൂടിയ ക്രൈസ്തവരിൽ നിന്ന് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാത്തവർക്കെതിരെ ചുമത്തുന്ന ജിസിയ നികുതി വാങ്ങിയ ശേഷം മോചിപ്പിക്കുന്ന വീഡിയോ പുറത്തുവിട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ തന്നെയാണ് വീഡിയോ പുറത്തുവിട്ടതെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് TV പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. തീവ്രവാദ ആക്രമണങ്ങൾ ഗുരുതരമായ ആഫ്രിക്കയിലെ സുരക്ഷാ ആശങ്കകൾ എടുത്തുകാണിക്കുന്നതാണ് ഈ പുതിയ റിപ്പോർട്ട്. സായുധ തീവ്രവാദികളുടെ നിയന്ത്രണത്തിൽ തടവിലാക്കപ്പെട്ട പൗരന്മാരുടെ ഒരു വലിയ കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് തീവ്രവാദികൾ പങ്കുവച്ചിരിക്കുന്നത്. തടവുകാരെ ജിസിയ അടയ്ക്കാൻ നിർബന്ധിതരാക്കിയ ശേഷമാണ് വിട്ടയച്ചതെന്ന് വീഡിയോയെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു. ചില ഇസ്ലാമിക ഭരണ സംവിധാനങ്ങൾ മുസ്ലിംകളല്ലാത്തവരുടെ മേലിൽ ചരിത്രപരമായി ചുമത്തിയിരുന്ന നികുതിയാണ് ജിസിയ. മുസ്ലിം അധിനിവേശിത രാജ്യങ്ങളിൽ ക്രൈസ്തവ ജൂത വിഭാഗങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഇത്തരത്തിൽ ജിസിയ നികുതി ചുമത്തുന്ന പതിവ് പണ്ടുമുതൽ നിലനിന്നിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖിൽ വേരുറപ്പിച്ചപ്പോൾ 3 നിബന്ധനകളാണ് മുന്നോട്ട് വച്ചിരുന്നത്. 2014 ഇറാഖിലെ മൊസൂൾ നഗരം പിടിച്ചെടുത്ത ശേഷം തീവ്രവാദി ഗ്രൂപ്പായ ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടുത്തെ ക്രിസ്ത്യാനികളോട് ഇസ്ലാം മതം സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ജിസിയ എന്ന പേരിൽ സംരക്ഷണ നികുതി നൽകാനോ ആവശ്യപ്പെട്ടിരുന്നു. ഇവ രണ്ടും നിഷേധിക്കുന്നവർക്ക് വധശിക്ഷയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് വിധിച്ചത്. ഇതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ആഫ്രിക്കയിലും നിലനിൽക്കുന്നതെന്ന് സ്ഥിരീകരിക്കുകയാണ് മെമ്മറി TVയുടെ പുതിയ റിപ്പോർട്ടുകൾ. ഷിക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.